അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്ത്രീധനത്തിനെതിരെ കർമ്മരംഗത്തിറങ്ങുക. മനുഷ്യന് ജൈവികമായും സാമൂഹികമായും നിലനിൽപ്പ് സാധ്യമാക്കുന്ന സ്ഥാപനമാണ് കുടുംബം. ഭദ്രമായ വൈവാഹിക ബന്ധങ്ങളാണ് കുടുംബജീവിതത്തിൻ്റെ അടിത്തറ. സ്നേഹത്തിലും കാരുണ്യത്തിലും ഇഴചേർത്തെടുക്കുന്ന വൈവാഹിക ബന്ധങ്ങളിലൂടെ മാത്രമേ സുഭദ്രമായ കുടുംബത്തിൻ്റെ നിർമ്മിതിയും അതുവഴി സുശക്തമായ സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പും സാധ്യമാവുകയുള്ളൂ. വിവാഹത്തെയും കുടുംബജീവിതത്തെയും പ്രകാശമാനമാക്കേണ്ട ആത്മീയ മൂല്യങ്ങൾ വിനഷ്ടമാവുകയും ആർത്തിയും ദുരയും കേവല സാമ്പത്തിക പരിഗണനകളും മനുഷ്യബന്ധങ്ങളെ നിർണയിക്കാൻ തുടങ്ങുകയും ചെയ്തതിൻ്റെ ദുരന്തഫലങ്ങൾ ഇതര സമൂഹങ്ങളെപ്പോലെ കേരളീയ സമൂഹവും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വിപണി നിലവാരത്തിനനുസരിച്ച് കുതിച്ചുയരുന്ന സ്ത്രീധന നിരക്ക് സ്ത്രീ കേവലം വിൽപ്പനച്ചരക്കാണെന്ന തുറന്ന പ്രഖ്യാപനമാണ്. വിവാഹത്തോടനുബന്ധിച്ച് വളർന്നു വന്നിരിക്കുന്ന ആർഭാടങ്ങളും പൊങ്ങച്ചങ്ങളും കാരണം സാധാരണ കുടുംബങ്ങളിൽ പെൺകുട്ടികളുടെ വിവാഹം പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞിട്ടും അവിവാഹിതരായി തുടരുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. കുടുംബശൈഥില്യവും വിവാഹമോചനം പോലും നടക്കാതെ ഉപേക്ഷിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണവും പെരുകി വരുന്നു. ഇത് നൽകുന്ന സൂചന സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിലൂടെ മാത്രമല്ല, സാമൂഹികമായും സാംസ്കാരികമായും നിലനിൽപ്പിന് അർഹത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് തന്നെയാണ്. കുടുംബഭദ്രതകളുടെ പവിത്രതയെക്കുറിച്ചും സ്ത്രീത്വത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും എല്ലാ മതങ്ങളും ഉത്ബോധിപ്പിക്കുമ്പോഴും മതവിശ്വാസങ്ങൾക്കും ദർശനങ്ങൾക്കും ഏറെ സ്വാധീനമുള്ള നമ്മുടെ സമൂഹത്തിൽ ഈ സ്ഥിതി നിലനിൽക്കുന്നുവെന്നത് ഏറെ വേദനാജനകമാണ്. മത സാമൂഹിക സാംസ്കാരിക നേതൃത്വം ഈ മേഖലയിൽ സവിശേഷ ശ്രദ്ധ നൽകണമെന്ന് ഈ സമ്മേളനം ശക്തമായി ആവശ്യപ്പെടുന്നു. വിപ്ലവബോധമുള്ള യുവാക്കൾക്കും യുവജന പ്രസ്ഥാനങ്ങൾക്കും പ്രായോഗിക മാതൃകകൾ സൃഷ്ടിച്ച് സമൂഹത്തിന് ദിശാബോധം നൽകുവാനുള്ള ബാധ്യതയുണ്ട്. സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ ആദ്യമായി മുന്നിട്ടിറങ്ങേണ്ടത് സ്ത്രീ സമൂഹം തന്നെയാണ്. വിവാഹത്തോടനുബന്ധിച്ച് നിലനിൽക്കുന്ന അനാചാരങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വരണമെന്നും സ്വന്തം മകനിലൂടെയും സഹോദരനിലൂടെയും കർമ്മമാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് സ്ത്രീധന വിരുദ്ധ പോരാട്ടത്തിൽ പങ്കാളികളാകണമെന്നും എല്ലാ സഹോദരിമാരോടും ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف النبيين وإمام المرسلين سيدنا محمد മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പരിപാടിയുടെ അധ്യക്ഷ ആദരണീയ സഹോദരി KK സുഹറ, ബഹുമാനപ്പെട്ട അമീർ ജനാബ് D ആരിഫ് അലി സാഹിബ്, ഈ വേദിയിൽ ഉപവിഷ്ടരായ മാന്യ നേതാക്കളെ, സഫായിലേക്കുള്ള വിളികേട്ട് പ്രയാസങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഓടിയെത്തിയ പ്രിയപ്പെട്ട സഹോദരികളെ, അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഐതിഹാസികമായ ഈ സമ്മേളനം നാം ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. വൈജ്ഞാനിക രംഗത്തും ചിന്താരംഗത്തും കർമ്മരംഗത്തും സ്ത്രീയെ ശക്തിപ്പെടുത്തുക എന്നത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായി ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുകയാണ്. നന്മയിലും ധാർമ്മികതയിലും അധിഷ്ഠിതമായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പ് സ്ത്രീയെ ശക്തിപ്പെടുത്തുന്നതിലൂടെ മാത്രമേ സാധിക്കൂ എന്നതുകൊണ്ടാണത്. പുരുഷനെ പോലെ തന്നെ മനുഷ്യകുലത്തിൻ്റെ ഭാഗമായ സ്ത്രീക്ക് മതങ്ങളും ദർശനങ്ങളും അവകാശങ്ങളും പദവികളും വകവെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഭരണകൂടവും ഭരണഘടനയും
വനിതാക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ട് തരംതിരിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മതത്തെയും ഭരണകൂടത്തെയും നിയന്ത്രിക്കുന്നവർ സ്ത്രീയെ പുറന്തള്ളുകയും അവഗണിക്കുകയും ചെയ്തതായാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഉദാത്തമായ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട സ്ത്രീ സമൂഹം അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും അവകാശങ്ങളെക്കുറിച്ചറിയാതെ ബാധ്യതകളെക്കുറിച്ചറിയാതെ ഒട്ടേറെ കാലം മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളും സമൂഹവും ഒരുപാട് തകർച്ചകൾ അനുഭവിച്ചതായി നാം മനസ്സിലാക്കുന്നു. നന്മ നിറഞ്ഞ മൂല്യബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുവാൻ സമൂഹത്തിന്റെ ന്യൂക്ലിയസായ കുടുംബം എല്ലാ അർത്ഥത്തിലും ശക്തിപ്പെടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ഈ സമ്മേളനത്തിന്റെ പ്രസക്തി എന്ത് എന്ന ചോദ്യത്തിന് നമുക്കുത്തരം ലഭിക്കുക. വിപ്ലവത്തിന്റെ ചാലകശക്തികളായി സ്ത്രീകളെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തെ നന്നാക്കിയെടുക്കാൻ പറ്റിയ ഉമ്മമാരെ സൃഷ്ടിക്കുക എന്നതാണ്. ഈ സമൂഹത്തിന് ദിശാബോധം നൽകുന്ന സഹോദരികളെയും ഭാര്യമാരെയും സൃഷ്ടിക്കുക എന്നതാണ്. അത്തരത്തിലുള്ള ഒരു സമൂഹത്തെ സ്വപ്നം കൊണ്ടുകൊണ്ടാണ് ഇത്ര ത്യാഗപൂർണമായ രൂപത്തിൽ ഈ ഒരു സമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മനുഷ്യ നാഗരികതയുടെ ആണിക്കല്ലും അടിത്തറയുമാണ് കുടുംബം എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളും കുടുംബത്തെക്കുറിച്ചും കുടുംബത്തിന്റെ പവിത്രതയെക്കുറിച്ചും സംസാരിക്കുന്നു. ഇസ്ലാം പരിശുദ്ധ ഖുർആന്റെ വ്യവഹാരിക നിയമങ്ങളിൽ 3-1 കുടുംബത്തെക്കുറിച്ചും കുടുംബത്തിന്റെ ക്രമീകരണത്തെക്കുറിച്ചുമാണ് പറയുന്നത്. മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും ഇണകളായിട്ടാണ് സൃഷ്ടിച്ചതെന്ന് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നു. ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. അല്ലയോ മനുഷ്യ സമൂഹമേ, ഒരൊറ്റ ആത്മാവിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ നിന്നും അനവധി സ്ത്രീ പുരുഷന്മാരെ ഞാൻ വ്യാപിപ്പിച്ചു. എന്നിട്ടോ നിങ്ങൾ ഏതൊന്നിനെ മുൻനിർത്തിയാണോ അവകാശങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ കുടുംബബന്ധത്തെക്കുറിച്ചും നിങ്ങൾ അതിനെക്കുറിച്ചും സൂക്ഷിക്കുവിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സദാസമയവും നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഒരു കുടുംബം നന്നായി തീരുക എന്ന് പറഞ്ഞാൽ അതിലൂടെ ഒട്ടേറെ കുടുംബങ്ങൾ നന്നാവുകയും സമൂഹം നന്നായി തീരുകയുമാണ് ചെയ്യുന്നത്. കാരണം ആ അർത്ഥത്തിലുള്ള ഒരു സംവിധാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ തന്നെ ആവർത്തിക്കുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ഇന്ന ഫീ ദാലിക ലിഖൗമി വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളായി സൃഷ്ടിക്കുക മാത്രമല്ല, ഈ ഇണകൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, 3 കൂട്ടർക്ക് അല്ലാഹുവിന്റെ തണൽ ലഭിക്കും. അതിൽ ഒരു കൂട്ടർ ജീവിതത്തിന്റെ പരിശുദ്ധിയും പവിത്രതയും ആഗ്രഹിച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ദമ്പതികൾക്കാണ്. പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതം എന്ന് പറയുന്നത് കുടുംബത്തിന്റെ പ്രാരംഭമാണ്. വിവാഹത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അത് എന്റെ ചര്യയിൽപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അതിൽ നിന്നും പിന്മാറുന്നവർ എന്റെ ചര്യയിൽപ്പെട്ടവരല്ല. നല്ല ഗുണങ്ങളുള്ള ഇണകളെ തെരഞ്ഞെടുക്കുവാനും ഇസ്ലാം പറയുന്നു. കാരണം നല്ല ഗുണങ്ങളുള്ള ഇണകൾക്ക് മാത്രമേ നല്ല സമൂഹത്തെ സൃഷ്ടിക്കാനാവൂ. നല്ല ഗുണങ്ങളുള്ള ഇണകൾക്ക് മാത്രമേ നല്ല കുടുംബത്തെയും നല്ല തലമുറയെയും സൃഷ്ടിക്കാനാവൂ. അതുകൊണ്ട്